ഹായ്, നമ്മുടെ കഞ്ചാവ് തള്ളയുടെ ഒരു വാർത്ത വന്നു. എനിക്കതൊന്ന് കേൾക്കണമെന്ന് തോന്നി. അയ്യോ, കഞ്ചാവ് തള്ള ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, കേൾക്കാം. 24 റിപ്പോർട്ടറെ മറ്റുള്ളവരുടെ ശവം തിന്നാണോ നീ ജീവിക്കുന്നത്? ചോദ്യം മറ്റുള്ളവരുടെ ശവം തിന്നാണോ താൻ ജീവിക്കുന്നത്? ആണോ? 24 റിപ്പോർട്ടർ മാത്രമല്ല, മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ഇപ്പം മടിയുണ്ട്, കാരണം അത് മറ്റു പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവും. ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ റിപ്പോർട്ടറോടക്കം പെരുമാറിയത്. കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു, മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന്. എന്റെ നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോ പോകും മാഷെ. ഈ സമൂഹം അങ്ങനെയാണ്. അവനും ചിലപ്പം പോയിരിക്കും, അന്ന് നെഞ്ചുപൊട്ട് നിങ്ങൾ കരയും. ചിലപ്പോ അത് സംഭവിച്ചെന്നിരിക്കാം. അപ്പൊ മീഡിയ വൺ റിപ്പോർട്ടർ എന്നോട് അന്നേരം ചോദിക്കുകയാണ്, ഞാൻ മോനെ തെറ്റ് ചെയ്ത മോനെ ശരിയാക്കാനായിട്ട് ശ്രമിക്കും. മോൻ തെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, ആ ഗ്യാങ്ങിൽ അവൻ പോയി ഇരുന്നു. ആ ഗ്യാങ്ങിൽ ഏതോ ഒരാളുടെ കയ്യിൽ 3 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 3 ഗ്രാം കഞ്ചാവ് ഏതോ ഒരു പയ്യന്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്റെ മകൻ ആ ഗ്യാങ്ങിൽ പോയത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഭ എംഎൽഎയുടെ മകനടക്കം 9 പേർ ഉൾപ്പെട്ട ഒരു കേസും ആ കേസും വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് എംഎൽഎ നടത്തിയ 2 വിശദീകരണം. ഈ വിശദീകരണം സംബന്ധിച്ച് ചിലത് പറയും. ഞാൻ എന്തായാലും ഈ പുള്ളിക്കാരന്റെ സൗഹൃദവും അതിന്റെ റിലേറ്റഡ് ആയിട്ടൊന്നും പറയുന്നില്ല. പ്രതിഭാസമായ പ്രതിഭ താത്ത പറഞ്ഞത് കേട്ടോ നിങ്ങൾ? ചേച്ചിക്ക് വ്യസമായി. കമ്മ്യൂണിസം മറ്റൊരു ലെവലിലേക്ക് പോകുന്നതിനുള്ള ഉദാഹരണമാണിത്. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ചേച്ചിയുടെ മോൻ ഒരു കൊള്ളക്കാരൻ്റെ കൂടെ പോയിരുന്നു. അല്ല, ഒരു കഞ്ചാവെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ബസമാവും. അതുകൊണ്ട് ഞാൻ കൊള്ളക്കാരനെന്നങ്ങ് പറയുകയാണ്. എൻ്റെ കഞ്ചാവ് അടിച്ചോരെന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിക്ക് ബസമാവും. ചുമ്മായിരി, അത് ചുമ്മാ പൗഡർ. ചേച്ചി ആരാണെന്ന് അറിയാമോ? ചേച്ചി ഒരു വക്കീലാണ്. അല്ല, വക്കീൽ അദ്ദേഹമേ, നിങ്ങൾക്കറിയില്ലേ ഇത്ര ശതമാനത്തിൽ കൂടുതൽ സാധനം കയ്യിൽ വെച്ചാൽ അത് ക്രൈമാണെന്ന്? ചേച്ചി നന്നായിട്ട് ഇടപെട്ടു. ചേച്ചി പോയി പോലീസ് സ്റ്റേഷനിൽ വിചാരണ നടത്തി ജാമ്യത്തിലെടുക്കാൻ തക്കവണ്ണമുള്ള സംഗതി എവിടെ കളിച്ചു. പണ്ട് ഇതുപോലെ വേറൊരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജെട്ടിക്കകത്ത് മയക്കുമരുന്ന് കണ്ടുപിടിച്ചിട്ട്, ജെട്ടിയായിരുന്നു തൊണ്ടി മുതൽ. അവസാനം പോലീസ് അത് കൊണ്ടുപോയി തൊട്ടി മുതൽ അവസാനം അത് നമ്മൾ കോടതിയിലെത്തിയപ്പോൾ മൈദാപ്പൊടിയായി. അങ്ങനെയൊക്കെ മറിമായങ്ങളൊക്കെ ചെയ്യാനെ കൊണ്ട് പറ്റും. അമ്മാതിരി ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കിടയിൽ. അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരത്തി ചെയ്തു. പക്ഷെ എന്താ, മീഡിയാസ് ഇത് എടുത്ത്. അതേപോലെ നമ്മളിപ്പം ചിരിപ്പൂലും ചൊറിയും. ഈ എവിടെയെങ്കിലും ഒരു ഞൊണൽ വന്നിട്ട് ചൊറിയും. അത് ചിരിപ്പൂലം ചൂടുള്ള ഒഴിച്ച് കഴുകി അങ്ങ് കളഞ്ഞാൽ മതി, ഞൊണലങ്ങ് ഉണങ്ങിപ്പോവും. പക്ഷെ ഇത് അതല്ലല്ല, ചൊറിഞ്ഞ് വയ്ക്കും. ചൊറിഞ്ഞ് അത് പിണ്ണാക്കി പഴിപ്പിച്ച് നാറ്റിച്ച് പുഴിപ്പിച്ച് എന്നിട്ടേ ചേച്ചി മാറുള്ളൂ. ചേച്ചിക്ക് അങ്ങ് ദേഷ്യം. ചേച്ചിയെടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞാണ്, ചേച്ചി സിംഗിൾ പേരൻ്റാണ്, കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടേ ഇമ്പേനെ, ഇതൊക്കെ എന്തിനാണെന്ന്. എന്നിട്ട് മോൻ്റെ വക ഒരു ഓത്തും അത് കേൾക്കണ്ടേ. അയ്യോ, എൻ്റെ കൊച്ചെന്തൊക്കെ പറയണേന്നറിയാമോ? കൊച്ചിനും നല്ല ബെസ്സമായി. കൊച്ച് വീരവാദമാണ് പറയണത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുമോ? ഒരുപാട് കോളും മെസ്സേജും എല്ലാം എന്റെ ഫോണിലോട്ട് വരുന്നുണ്ട്. വെറും എന്റെ സ്റ്റോറിയിൽ 10-22,000 ആരും അറിയിക്കും. എനിക്ക് സംഭവം നടന്നില്ല. അങ്ങനെ സംഭവം നടന്നില്ല. എന്റെ വീടാണുള്ളത്. എന്റെ വീട്ടിൽ തന്നെ ഞാൻ ഇരിപ്പുണ്ട്. കുറെ കമന്റും വരുന്നുണ്ട്. എന്റെ ബോസിന് കമന്റ് വരുന്നുണ്ട്. എന്റെ ഫോട്ടോ വെച്ച് കുറെ ഫോട്ടോസ് ഇറക്കുന്നുണ്ട്. ഇതിനൊരു സന്തോഷം ആൾക്കാർ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ അമ്മപ്പെടുത്താനുള്ള ഇത് മാത്രമായിരിക്കും ഇത്. പക്ഷെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഇങ്ങനെ സാധനം ഇത് കിട്ടിയിട്ടില്ല. ഞാൻ എവിടെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് എന്റെ വീട്ടിൽ കാണത്തില്ല. അത്ര നിങ്ങളോട് ചിന്തിച്ചാൽ മതി. മതി ഇനി നീ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഈ നാണക്കേട് നിർത്ത് എക്സ്പ്ലെയിൻ ചെയ്യില്ല, നാണക്കേട്. അല്ല മോനെ, ഇപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കണത് എൻ്റെ അമ്മയുടെ മിടുക്കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് MLA ആയതുകൊണ്ടൊന്നുമില്ല, ഓള് വക്കീലായോണ്ടാണ്. ഇത്ര ശതമാനത്തിൽ കുറവാണ് കഞ്ചാവ് കണ്ടു കിട്ടിയതെങ്കിൽ ജാമ്യം കിട്ടും. ആ വ്യവസ്ഥയിലാണ് കഞ്ചാവ് മോനെ പുറത്തു കൊണ്ടുവന്നത് ചേച്ചി. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ പയ്യ അതിനകത്തിരുന്നു അത്യാവശ്യം സ്മോക്കി നടത്തിയിട്ടുണ്ട്. അത് അമ്മച്ചി സമ്മതിക്കുന്നുണ്ട്, മോൻ സമ്മതിക്കൂല. മോൻ അന്തം വിടുകയാണ്. വീട്ടിൽ ഇരിക്കുന്ന അവനെ പറ്റി ഫേക്ക് ന്യൂസ് പറയണു. തള്ളേ, അപ്പോൾ എങ്ങനെ മോനെ ആൻ്റെ പേരിൽ അറസ്റ്റ് രേഖപ്പെടുത്തി FIR ഇട്ടത്? അതും ഫേക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഈ പോലീസുകാരന്മാരൊക്കെ ഫേക്കാണ്, മൊത്തത്തിൽ ഫേക്കാണ്. പിടിച്ചത് ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടറിലുള്ള പോലീസ് തന്നെയല്ലേ? അതോ ഇനി സെൻട്രലിൽ നിന്നങ്ങനെ ആരെങ്കിലും വന്നോ? മാധ്യമക്കാർക്ക് പുതിയ പോലീസുകാരും എല്ലാം വന്നിട്ടുണ്ടോ? എന്തായിരിക്കും? അതെന്താ മാധ്യമക്കാരെ, മീഡിയ ഒണ്ണുകാരെയൊക്കെ ഇവർക്ക് ഇത്ര വലിയ ദേഷ്യം? അവരാരെങ്കിലും ആളെ ഇറക്കി പിടിച്ചതായിരിക്കും. വിഷയം എത്രയേ ഉള്ളൂ. പബ്ലിക് പ്ലേസിൽ ഇരുന്നുകൊണ്ട് പബ്ലിക് ന്യൂയിസൻസ് ആയ കാര്യങ്ങൾ അവന്മാർ ചെയ്തു.
കഞ്ചാവ് അടിച്ചിരിക്കുന്ന യുവന്മാരുടെ അടുത്തൂടെ പെൺകുട്ടികൾക്കോ വയസ്സായ അമ്മമാർക്കോ ഒന്നും സഞ്ചരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാർ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു കൈയോടെ തൂക്കിക്കൊണ്ടുപോയി. MLA സ്വാധീനം ഉപയോഗിച്ച്, അവളുടെ അഡ്വക്കേറ്റ് ബുദ്ധി ഉപയോഗിച്ച് ശതമാനം കുറച്ചുകൊണ്ട് ആ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് FIR രേഖപ്പെടുത്തി എടുത്ത് ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളെടുത്ത് ശതമാനം കുറച്ച് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് അമ്മയും മോനും കൂടെ വായ്ത്താളം അടിക്കുകയാണ്. അതിനകത്ത് മതവും കൂടെ കുത്തിക്കയറ്റുകയാണ്. പ്രതിഭയ എന്ന് പറയുന്ന വ്യക്തിയുടെ മതത്തിനെയാണ് മറ്റേ മീഡിയ വൺ ടാർഗറ്റ് ചെയ്തത്. അത്രേ. എവിടെയെങ്കിലും അങ്ങനെ ഒരു ടാർഗറ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മീഡിയ വണ്ണിനെ ടാർഗറ്റ് ചെയ്യുക, വേറെ പരിപാടിയൊന്നുമില്ല. എന്തുകൊണ്ട് മീഡിയ വണ്ണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മതബോധം കൂടിയിട്ടാണ്. മീഡിയ വൺ മുമ്പ് ചെയ്ത ഒരു കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാമായണ മാസത്തിൽ ഈ രാമായണ വിമർശനം നടത്താൻ ഒരാൾക്ക് പെർമിഷൻ കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും ഒരുപാട് രീതിയിലുള്ള പ്രൊവോക്കേഷനും ഒരുപാട് രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും സ്റ്റോപ്പ് ചെയ്യാതെ അതിനു വേണ്ടി ഉറച്ചു നിൽക്കുകയും ചെയ്തു. ദളിത് വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ലേഖനം തയ്യാറാക്കാനും അവർക്ക് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ റൈറ്റപ്പിനുള്ള സ്പേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഈ മീഡിയയെ അവർക്ക് ഭയമാണ്. ഇവരുടെ ഉള്ളിലുള്ള തീവ്രമായ സംഘി വിദ്വേഷം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവറ്റുകൾ പറയുന്നത്. നേരെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാമിനോടുള്ള എതിർപ്പ്, വെറുപ്പ് അത് പ്രതിഭയിലുണ്ട്. പ്രതിഭയുടെ ഉള്ളിലുള്ളത് കമ്മ്യൂണിസമാണോ സംഘിസമാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എക്സാമ്പിൾ ഇവിടെയില്ല. പാർട്ടി മാറൂ, രാഷ്ട്രീയം വിടൂ, മതം വിടൂ, ഒക്കെ വിടൂ. നിങ്ങളുടെ മകൻ തെറ്റുകാരനാണെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള ഒരു ബോധം വേണ്ടേ സ്ത്രീയെ? ഒരല്പം മര്യാദ, ഉളുപ്പ്. നമ്മളുടെ കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനങ്ങനെ ഒരു അബദ്ധം പറ്റി. സാധാരണ അമ്മമാർ പറയുന്ന ക്ലീഷേ ഡയലോഗില്ലേ, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അതങ്ങ് പറഞ്ഞാൽ പോലെ. മോനെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നല്ലല്ലോ പിടിച്ചത്, കൂട്ടുകാരന്മാരെ കൂടെ പുക വലിച്ചുകൊണ്ടിരുന്നിടത്തു നിന്നല്ലേ പിടിച്ചത്. ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടും ഉണ്ടല്ലോ. പിന്നെന്താ? എന്തിനാണ് ഈ കള്ളത്തരം പറഞ്ഞ് അതും ഒരു മീഡിയയെ പ്രൊവോക്ക് ചെയ്യുന്നു? ഇനി അവരാവും ലോക ശത്രുക്കൾ. മീഡിയക്കാർ മിണ്ടാതിരിക്കുമോ? ഈ മീഡിയ വൺ മിണ്ടാതിരിക്കുമല്ലോ. അവർ ശക്തമായി എതിർക്കും, പ്രതികരിക്കും. അവരുടെ ഭാഗത്തുള്ള ന്യായം അവർ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. ഇരുന്ന് തള്ളയും മോനും കൂടി ഇരുന്ന് കള്ളം പറയുന്നത് കേൾക്കുന്നില്ലേ? എന്ത് കള്ളവാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തും. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാനും പാർട്ടിക്കാരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പച്ച പോക്കൃത്തരമാണ്. ഇതൊരു ബേർഡനാണ് ഈ സ്ത്രീ പാർട്ടിക്ക്. അവരെന്ത് ജനസേവനം നടത്തുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മകനെ പോലും നന്നാക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീയാണോ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ നന്നാക്കാൻ ഇറക്കിയേക്കുന്നത്? ഇവർ നാട് ഭരിക്കുകയാണെങ്കിൽ നാട് കുട്ടിച്ചോറാവുമെന്നല്ലാതെ വേറെന്താണ്? വളരെ ലൈറ്റായിട്ട് എടുക്കുകയാണ്. മയക്കുമരുന്ന്, മകൻ മയക്കുമരുന്ന് സേവിച്ചത് വളരെ കാമായി ക്വയറ്റായിട്ട് എടുക്കുന്ന ഒരു പ്രത്യേകതരം തള്ള. എന്താ പറയുക? എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ ദയവ് ഇതൊന്നും കണ്ടുപിടിക്കല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രോസ് വാച്ച് ചെയ്യും. എൻ്റെ മകൻ്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതിനൊരു ഉത്തരം തരാം. അടിച്ചാൻ പൊട്ടിയും ഞാനായിരിക്കും പിടിച്ച് പോലീസിൽ കൊടുക്കുക. തീർച്ചയായിട്ടും ജാമ്യത്തിലൊക്കെ ഇറക്കും, ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടിടും. പറ്റില്ലെങ്കിൽ പൈൻകുളത്ത് കൊണ്ടുപോയി കറണ്ട് അടിപ്പിക്കും. ഇതൊക്കെ തീവ്രമായി വിലക്കേണ്ട കാര്യങ്ങളാണ്, വ്യക്തമായി വിലക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നാണക്കേടലുണ്ടാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിച്ചു പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കാരണം അടുത്ത തലമുറയുടെ ഭാവിയും പോകും. ഇപ്പം ശക്തമായി എതിർക്കണം. എന്ത് സിംഗിൾ പേരൻ്റാണോ എന്തോ, എന്തമ്മയാണോ എന്തോ, ആ അച്ഛൻ എവിടെ എന്തോ, മകനും അമ്മയും കൂടെ ചേർന്നിരുന്ന് വക്കാലത്ത് ഓതുകയാണ്. തലയിൽ തുണിയിട്ടുകൊണ്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടുവച്ചിരുന്ന് വക്കാലത്തിനൊരു കുറവുമില്ല. ഓക്കെ.